ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെൻറ് തയ്യാറാകാത്തത്, ഇ ഡി തയ്യാറാകാത്തത് എന്നാണ്. ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിൻ്റെ മുഖപത്രം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 800 കോടിയുടെ അഴിമതിയാണ് നടന്നത്. എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ ഗാന്ധി തന്നെ സ്വയമേക ചോദിച്ചു നോക്ക്. 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി. ഇവിടെ നമുക്കെല്ലാം അറിയാം ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ട് വൻകിടക്കാർ അവരുടെ കൈവശമുള്ള കള്ളപ്പണം, ആ കള്ളപ്പണം വെളുപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത് വെളുപ്പിക്കുകയാണ്. അതാണ് ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ടിൽ BJP പോലെ തന്നെ നല്ലൊരു വിഹിതം പറ്റിയിട്ടുള്ളവരാണ് കോൺഗ്രസ്. ആ കാര്യം ഇപ്പോൾ പുറത്തു വന്നു. ആ കാര്യം പുറത്തു വരാൻ കാരണം അതിനെതിരായിട്ട് കോടതിയെ സമീപിച്ചത് CPM ആയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അതിൽ വലിയ അസംതൃപ്തി ഉണ്ടാകും. ഇലക്ട്രൽ ബോണ്ട് പണം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ പങ്കാളിത്തം പുറത്തു വന്നു. കൂടുതൽ ജനങ്ങൾ കോൺഗ്രസിനെ തിരിച്ചറിയാൻ ഇടയാക്കി. ആ അസംതൃപ്തി അദ്ദേഹം ഇപ്പോൾ പിണറായി വിജയന് നേരെയും CPM-ന് നേരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി. അവരിവിടെ വരികയാണ്. അവരുടെ ഭർത്താവാണല്ലോ റോബർട്ട് വധേര. പ്രധാനപ്പെട്ട പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേര ഉൾപ്പെടുന്ന DLF ഭൂമി തട്ടിപ്പ് കേസ്, ഭൂമി കുംഭകോണ കേസ്. ആ കേസ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? ആ കേസ് അവസാനിപ്പിച്ചത് 170 കോടി രൂപ വധേര BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തു. ആ പണം കൊടുത്തിട്ടാണ് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. BJPയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയല്ലേ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെന്താ രാജ്യത്ത് BJPക്കെതിരായിട്ട് ചെയ്യുന്നത്? ഒരു ജാഥ നടത്തലാണോ? നമ്മൾ തന്നെ പാർലമെൻറ്റിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് കണ്ടു. പാർലമെൻറ്റ് പ്രസംഗിക്കുക, നേരെ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പരിഹാസ്യത ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതല്ലേ? ഇങ്ങനെയുള്ളൊരു നേതാവാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസ് നേതാവ് ഇവിടെ വന്ന് പറയുന്നത് പിണറായി വിജയനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വരുന്നില്ലെന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത്? ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ലെങ്കിൽ, ദീർഘവീക്ഷണമില്ലെങ്കിൽ, രാഷ്ട്രീയ കാഴ്ചപ്പാടിനെക്കുറിച്ച് അപക്വമാണെങ്കിൽ കോൺഗ്രസിനകത്തുള്ള അറിവുള്ള അനുഭവസ്ഥരായ നേതാക്കൾ ഉപദേശിച്ചു കൊടുക്കണം. ഇവിടെ BJPക്കെതിരായിട്ടുള്ളൊരു പൊതുവേദി രൂപപ്പെട്ടു വരികയാണ്. ആ പൊതുവേദിയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ആ പൊതുവേദിയെ ശക്തിപ്പെടുത്തുന്നതാണോ? ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നതാണ്. ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? BJPക്ക് വേണ്ടിയിട്ടാണ്. BJP എതിർക്കാനുള്ള ത്രാണിയും കരുത്തുമില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ട് വയനാടാണ് മത്സരിക്കുന്നത്. വയനാട് ആർക്കും മത്സരിക്കാം. എന്നാൽ BJPയെ ചെറുക്കുന്ന നേതാവാണെങ്കിൽ വാരാണസിയിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടൊന്ന് മത്സരിക്കാമായിരുന്നില്ലേ? ഇനി അതുമല്ലെങ്കിൽ അമേഠി പോയി മത്സരിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇവിടെ വന്ന് മത്സരിക്കുന്നത്? കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള നിർണായക ശക്തിയുള്ള സംസ്ഥാനം. BJP സംഘപരിവാർ ശക്തികൾക്കെതിരായി, അവരുടെ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരായി പൊതുവേദിയെ ശക്തിപ്പെടുത്താൻ എല്ലാ സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്ന
ഒരു സംസ്ഥാനമാണ്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അതുപോലെ പൗരത്വ രജിസ്റ്റർ നിയമത്തിൻ്റെ ഭാഗമായി ഇവിടെ കോൺസെൻട്രേഷൻ ജയിലുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, CAA നിയമം ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് CAA പൗരത്വ ഭേദഗതി നിയമം മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന നിയമം അംഗീകരിക്കുകയും അത് ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എടുക്കുന്നത് BJP സഹായിക്കുന്ന നിലപാടാണ്. BJPക്കെതിരായിട്ട് ശക്തമായി പൊരുതാനുള്ള ത്രാണിയൊന്നും കോൺഗ്രസിന് ഇന്നില്ല. ആ നിലപാട് അവരിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ദേശീയ ഐക്യത്തിന് തന്നെ, ദേശീയ രംഗത്ത് BJP വിരുദ്ധ സഖ്യത്തിന് തന്നെ ദോഷം ചെയ്യും.